നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ എത്ര തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് മുടി കറുപ്പിച്ചാലും അതിനൊരു എഫക്റ്റ് നമുക്ക് ലൈഫ് ലോങ് കിട്ടണമെന്നില്ല. അത് നമ്മൾ പിന്നെ പിന്നെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മൾ നാച്ചുറലായുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ ഹെയർ ഡൈ ചെയ്ത് മുടി കളർ ചെയ്ത് അല്ലെങ്കിൽ മുടി ഡാർക്കനായി ആക്കി കഴിഞ്ഞാൽ നമുക്കത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് അത് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. പനിക്കൂർക്ക ഇല നിങ്ങൾക്കറിയാം ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ഇലയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടും. 2 പിടിയോളം ഞാൻ പനിക്കൂർക്ക ഇല എടുക്കുന്നുണ്ട്. തണ്ടോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുക്കുന്ന. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ഒരു ബാക്കി വരുന്ന ഈ പനിക്കൂർക്ക ഇല ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തിട്ട് വേണം, ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തിട്ട് വേണം ഇത് ഡൈ ആയിട്ട് മാറ്റാനായിട്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ശരിക്കും നന്നായിട്ട് ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ച് ഇതിൻ്റെ നീര് മുഴുവൻ കിട്ടുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ പനിക്കൂർക്ക ഇൻ കേസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും പ്രാണികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുക. ഇനി അത് നന്നായിട്ട് ചതച്ച് ശരിക്കും നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീര് നല്ലോണം കിട്ടിയതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒത്തിരി പ്രായമായിട്ട് നര വന്ന ആളുകൾക്ക് മാത്രമല്ല, നമുക്ക് പ്രിമച്ചർ ഗ്രേയിങ്ങിന്, അതായത് ഒരുപാട് നേരത്തെ തന്നെ മുടി നരച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കഴിയുമ്പോഴേക്കും അത് ഹെയറിന് തന്നെ ഒരുപാട് ഡാമേജസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പേടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ വർക്കാവുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് പറയും. പക്ഷേ നമുക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് അത് ഉണ്ടാക്കുന്നില്ല. നമ്മളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവാൻ പോണില്ല. 1-2 പ്രാവശ്യം നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ ശേഷം നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടും. പനിക്കൂർക്കയില എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തണ്ടോട് കൂടി എടുക്കുവാണെങ്കിൽ മാക്സിമം അതിനകത്തുനിന്ന് ആ ഒരു നീര് കിട്ടാനായിട്ട് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഫുള്ള് അത് പനിക്കൂർക്കയിലയുടെ ആ ഒരു സ്റ്റെം ഉൾപ്പെടെ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ അരച്ച് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും നീര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീരിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചായപ്പൊടി വെള്ളം, തിളപ്പിച്ച വെള്ളം, ചായപ്പൊടി നല്ല ഇട്ട് തിളപ്പിച്ച തേയില വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ചേർക്കാം. അതായത് ഈ നീര് എന്തോരം ഉണ്ടോ അത്രയും തന്നെ ആ വെള്ളവും നമുക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ചായപ്പൊടി ഇട്ട വെള്ളം തിളപ്പിച്ചത് നന്നായിട്ട് ആറിയത് എടുത്ത് വെച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹെയർ ഡൈക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമുള്ള ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും നമ്മുടെ അത് മുടിക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയില വെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഒത്തിരി ഡാമേജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഇതിനകത്ത് ഇപ്പോൾ ഏതൊരു ഹെയർ പാക്കിൽ നമ്മൾ യൂസ് ചെയ്താലും ഈ തേയില വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി സോഫ്റ്റൻ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മളൊരു 3 ടൈംസ് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാവുന്നത് നീലയാമരിയുടെ പൊടിയാണ്. അതിപ്പോൾ എന്തോരം വേണം എന്നുള്ളത് ഇപ്പോൾ അത്യാവശ്യം ഇത്രയും വെള്ളത്തിന് ഒരു 2 സ്പൂൺ മതിയാവും. അതിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനൊരു പാകം കാണിച്ചു തരാം. അത് ആ രീതിയിലേക്ക് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. നീലയാമരിയുടെ പൊടി നമുക്ക് ആയുർവേദ കടകളിലൊക്കെ കിട്ടും കേട്ടോ. നല്ല ഓർഗാനിക് ആയിട്ടുള്ള പാക്ക് തന്നെ വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചാൽ ഒരുപാട് ഹെയർ പാക്കുകളിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇനി നമ്മളിപ്പോൾ എടുത്ത തേയിലവെള്ളവും അതുപോലെ പനിക്കൂർക്കയിലയുടെ നീരും അതുപോലെ ഈ കുറച്ച് നമ്മൾ ആഡ് ചെയ്തെടുത്ത നീലയാമരിയുടെ ആ ഒരു പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഉള്ള രീതിയിൽ തന്നെ, ഒരുപാട് കട്ടിയാവാണ്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടിയുള്ളൊരു ഇതുപോലത്തെ ചീനച്ചട്ടിയിൽ നന്നായിട്ട് അത് മാക്സിമം നമുക്ക് ഇരുമ്പിൻ്റെ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കാരണം ആ ഒരു അയൺ കണ്ടൻറ്റ് മുടിക്ക് കിട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മുടി കറുക്കാനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ആ ചീനച്ചട്ടിയിൽ തന്നെയാണ് അത് ഇടുന്നത്. അത് ശരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അത്
പതഞ്ഞ് വരുന്ന രീതിയിൽ എണ്ണയൊന്നും ചേർക്കേണ്ട, ഈ ഒരു മിക്സ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറേ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളറ് മാറി മാറി വരും. കളർ മാറിയിട്ടൊരു ഡാർക്കനായിട്ട് നന്നായിട്ട് കറുപ്പായി വരുന്നവരെ അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ആ വെള്ളം ശരിക്കും അതിൽ നിന്ന് വറ്റി വറ്റി പോവും. അത് തീ നന്നായിട്ട് കുറച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ കൂടുതൽ കളറ് കിട്ടാനായിട്ട് തീ വളരെ കുറച്ചിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അത് മാക്സിമം വെള്ളം കുറഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറ് മാറി നല്ല നല്ല കറുപ്പ് കളറായിട്ട് മാറും. അപ്പോൾ ആ ഒരു മിക്സാണ് നമുക്ക് വേണ്ട ഇതിന്. നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചൂസ് ചെയ്യാവുന്ന കേട്ടോ. ശരിക്കും 1 ടൈം മാത്രം യൂസ് ചെയ്ത് അങ്ങനെ നിർത്തി പോകരുത്. നമ്മൾ ഇപ്പോൾ വീക്ക്ലി വൺസ് ആയിട്ടോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ആയിട്ടോ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ മുടി നരയ്ക്കയില്ല. ആ ഒരു രീതിയിൽ നന്നായിട്ട് നരച്ച മുടികൾ നല്ല കളർ വ്യത്യാസം വരും, നന്നായിട്ട് കറുപ്പാവും. അപ്പോൾ നമ്മളത് വീക്ക്ലി ഒരു 2 പ്രാവശ്യമൊക്കെ ഇടയ്ക്ക് ചെയ്യുക. അങ്ങനെ സ്ഥിരം നിർത്താണ്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. പലർക്കും ഇൻസ്റ്റൻ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലതരം അലർജിയൊക്കെ വരാറുണ്ടെന്നിങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ കൂടുതലും ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് പ്രാവശ്യം അടുപ്പിച്ച് നമ്മളത് യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടൈം തന്നെ അതിന് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് വേറെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ ഇതിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. അത് മാത്രമല്ല അതിങ്ങനെ ജസ്റ്റ് അത്യാവശ്യം 1-2 ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നല്ലാണ്ട് ഒരുപാട് ദിവസം നമ്മളങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. നാച്ചുറൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ കെമിക്കൽ ഡൈയിലൊക്കെ ഒത്തിരി പ്രിസർവേറ്റീവ്സൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടാവും. പക്ഷേ ഇതിലങ്ങനെ നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ, എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 1-2 ദിവസം യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ജസ്റ്റ് ഒരു വീക്കെൻഡിലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം അയൺ കണ്ടൻ്റുള്ള ആ രീതിയിൽ തന്നെ അങ്ങനെയുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എന്നാലേ അത് അതിൻ്റെ ഫുള്ള് റിസൾട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒത്തിരി ഹെയർ പാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചെന്ന് നമ്മുടെ ചാനലിലെ വീഡിയോസ് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൽ ഹെയർ കെയർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുക. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത 10 മിനിറ്റ് കൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പ്രിപ്പറേഷൻ ഉള്ളൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെ ഇപ്പോൾ അടുപ്പിച്ച് ഒരു 1 മന്തൊക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്ത് നോക്കാം.